ഹലോ, ഇന്ന് തിരൂരങ്ങാടി വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകളെല്ലാവരും കൂടെ ഒരു മീറ്റപ്പ് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. ഞങ്ങൾ ഈ 5 ആൾക്കാരായിരുന്നു കൂടിയിരുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ചോറിൻ്റെ സമയമായതുകൊണ്ട് ഞങ്ങൾ അറേബ്യൻ മജ്ലിസിൽ പോയിട്ട് അവിടുന്ന് ഹണി അൽഫാമും അതുപോലെ മന്തി റൈസുമാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടെ ഫ്രണ്ടിൽ പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ നിന്നിട്ട് നേരെ ഞങ്ങൾ എന്തെങ്കിലും ഡെസേർട്ടായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ തിരൂരങ്ങാടി തന്നെയുള്ള ഒറൈസ് കഫേയിലായിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ അയാനോട് പറയാം, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, നമ്മൾ ഐസ് കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവനോടും സംസാരിപ്പിക്കുകയാണ്. അങ്ങനെ അവനോട് ഒരു ഹായ് ഒക്കെ തന്നെയെന്ന് പറയുമ്പോൾ അവന് ബായ് എന്നൊക്കെയാണ് തന്നത് തിരിച്ചിങ്ങോട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോകണം. ഞങ്ങൾ ഓരോരോ കടന മുമ്പിലൂടെയും സൊള്ളി ഇങ്ങനെ പോകട്ടെ, ഓരോരോ നാട്ടിർത്തനങ്ങളൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ പോവാണ്. അങ്ങനെ നമ്മളെ കഫേയിലെത്തി ഞങ്ങൾ ഇവരാരും ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ മുമ്പ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്നിട്ടുണ്ട്, ക്ലാസ് അതിൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, നല്ല ഫുഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെയർ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുപ്പിച്ചു. അങ്ങനെ ഞാൻ സംസാരിക്കുന്നു, അവരത് കേട്ട് നിൽക്കുന്നു. അതാണ് സംഗതി. തിരിച്ചു വരുന്ന വഴിക്ക് അയാനൊരു സ്പൈഡർമാനെ പൊക്കി. അങ്ങനെ ഞങ്ങൾ നേരെ അവരൊരു മാക്സി കടയിൽ കയറിയിരുന്നു. അങ്ങനെ മാക്സി നോക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ അവിടെ കയറി ചെന്ന് അവർ ഓരോരോ മാക്സിയൊക്കെ എടുത്ത് ഞാൻ നോക്കുകയാണ്, ഭംഗിയുള്ള മാക്സി ഉണ്ടോ, ചൂടുകാലമൊക്കെ അല്ലേ, അപ്പോൾ കോട്ടൻ്റെ വല്ല മാക്സി ഉണ്ടോ വെച്ചിട്ടൊക്കെ നോക്കുകയാണ്. അപ്പോൾ അതിന് അയാനെ സ്പൈഡർമാൻ വേണ്ട, സ്പൈഡർമാനെ കൊടുത്തിട്ട് അവന് JCB മതി എന്ന് പറഞ്ഞിട്ട് അവന് പുറത്തോട്ട് തന്നെ ഇറങ്ങി വന്നു. അങ്ങനെ JCB എടുത്തപ്പോൾ JCBൻ്റെ ആ ഒരു സാധനം പോകുന്നത് കണ്ടപ്പോൾ അവനക്ക് അതും വേണ്ട. അപ്പോൾ അവൻ അപ്പുറത്തുള്ള വേറെ ലോറി മതി പറഞ്ഞിട്ട് ആ ലോറി വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അങ്ങനെ അത് വാങ്ങിച്ചപ്പോൾ അവന് ഓക്കെ, ഹാപ്പി ആയിപ്പോയി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ മാക്സിയൊക്കെ വാങ്ങുന്ന കടയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി അടുത്ത് അമൂല് പോകുമെന്ന് വിചാരിച്ച്. ഒറൈസിലെ കൂളറിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്, ഐസ്ക്രീം ഐറ്റംസ് ഒന്നും ഇപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അമൂലിലേക്ക് നേരെ വിട്ടു. അങ്ങനെ അമൂല് ചെന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ, തണുത്തായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അയാനെ വണ്ടി കിട്ടി സന്തോഷത്തിൽ ടേബിളിലൊക്കെ ഇട്ട് വണ്ടി ഒരുതി കളിക്കുകയാണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീണ്ടും അതിലിങ്ങനെ നോക്കുകയാണ്, പിന്നെ എന്തൊക്കെയാണ് വെറൈറ്റി ഐറ്റംസ് പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. അതിൻ്റെ ഇടയിൽ എൻ്റെ യൂട്യൂബ് ചാനൽ കാണാത്തൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇത് എൻ്റെ ചാനലാണ്, എനിക്ക് ഞാൻ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് കാണിച്ചു കൊടുക്കണേ. അയ്യാനപ്പോൾ തന്നെ വണ്ടിയൊക്കെ ടേബിളിൻ്റെ താഴോട്ടിട്ടിട്ട് കാണാതാക്കി അത് തപ്പിപ്പിടിക്കാൻ വേണ്ടി അതൊക്കെ ഇറങ്ങിപ്പോയതാണ്. ആ സമയം കൂടെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊന്നും ഇതിൻ്റെ പേര് പാർലർ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടും പിന്നെ ഇത് ബുർജ് അങ്ങനെ എന്തോ ഒരു പേരാണ്, ബുർജ് എന്ന് പറഞ്ഞിട്ട് ഉള്ള സംഭവമാണ്. പിന്നെ ഞാനൊരു മാംഗോ സ്കൂപ്പും പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടെ ഇത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചതാ ഒരറ്റം കണ്ടു, അവസാനം ഒരു പരിവായി ഐസ്ക്രീമൊക്കെ. എന്തായാലും നാളെ മുതൽ നോമ്പ് തുടങ്ങിയല്ലേ, അവസാനത്തെ ഉച്ചയ്ക്കുള്ള ഒരു ഐസ്ക്രീം കഴിപ്പാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഇരുന്ന് കഴിച്ച് അങ്ങനെ ഫുള്ള് ഭക്ഷണമൊക്കെ ഐസ്ക്രീം എന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മയിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് എല്ലാവരും തിക്കി കുത്തി കണ്ടനെ ഓട്ടോയിൽ കയറിയിരുന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകണം. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കണം, അവരെ കളിയാക്കണം, ഈ ഉള്ളതുകൊണ്ട് ഇനി ഓരോരോ ഇതിൻ്റെ വേറെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഈ എന്നെ ക്യാപ്ചർ ചെയ്തോളൂ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സലാം പറഞ്ഞ് മടങ്ങുകയും ചെയ്തു.